അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് എക്സാമും കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിട്ട് ഒരു 1:30 നമ്മൾ തിരിച്ചത്. അപ്പോൾ ട്രാഫിക് ബ്ലോക്കൊക്കെ മാറിയിട്ടൊന്നും നല്ല ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മൈസൂർ ഹൈവേ കൂടിയാണ് വന്നത്. അപ്പോൾ വരുന്ന വഴി ബിരിയാണി പരമ്പര എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വരും കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലി ബിരിയാണിയാണ്. ഇത് ഇതുപോലെയൊക്കെ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ബിരിയാണി തന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കായച്ചാറ് പോലെ നമ്മൾ പാലക്കാട് ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിനൊപ്പം കായച്ചാറ് ഉണ്ടാവില്ലേ, അതുപോലൊരു കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്യാൻ ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോൾക്കൊന്നും വാങ്ങിയില്ല, ടോയ്സ് ഒന്നും വാങ്ങിയില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിറങ്ങിയപ്പോൾ ഇതുപോലൊരു ചെറിയൊരു സെറ്റപ്പ് ഒരു വണ്ടിയിൽ ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് ടോയ്സൊക്കെ വിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ നിന്ന് മാജിക് ബുക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവൾക്കത് മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നല്ല അടിപൊളി റോഡാണ് കേട്ടോ മൈസൂർ ഹൈവേ. അപ്പോൾ അവൾ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് തന്നെ മാജിക് ബുക്കിലുള്ള പണി തുടങ്ങി. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. പക്ഷേ അവൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ